നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൂമാലയിലെ ഊര് നിവാസികൾ ചേർന്ന് നൽകുന്ന ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം വിദ്യാവസന്തത്തിലെ പൂമാല എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാളിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റ് നടന്നു. LDF വിട്ട് ആർ ഹരി ഇത്തവണ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. കട്ടപ്പന നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായില്ലെന്നും ചില നേതാക്കന്മാർ രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ആരോപിച്ചു. ലക്നൌവിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കാൻ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവസരം ലഭിച്ചു. വാർത്തകൾ വിശദമായി. പൂമാലയിലെ ഊര് നിവാസികൾ ചേർന്ന് നൽകുന്ന ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം വിദ്യാവസന്തത്തിലെ പൂമാല എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂമാല ഗോത്ര വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രവും പൂമാല സർക്കാർ ട്രൈബൽ സ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ പരീക്ഷണങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഇത്. 23-ന് പൂമാല നാളിയാനി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് പുസ്തക രചയിതാക്കളായ VV ഷാജി, ഡോക്ടർ R പ്രസന്നകുമാർ എന്നിവർക്ക് പുരസ്കാരം സമർപ്പിക്കും. പ്രശസ്ത സിനി ഡ്രാമ ആർട്ടിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ മല്ലു P ശേഖർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ പൂമാല ഗോത്ര വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രവും പൂമാല സർക്കാർ ട്രൈബൽ സ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ പരീക്ഷണങ്ങളും അടയാളപ്പെടുത്തി ഗോത്ര സമൂഹത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥമാണ് വിദ്യാവസന്തത്തിലെ പൂമാല. ഈ കൃതിക്കാണ് പൂമാലയിലെ ഊര് നിവാസികൾ ചേർന്ന് നൽകുന്ന ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. 23-ന് പൂമാല നാളിയാനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം പുസ്തക രചയിതാക്കളായ VV ഷാജി, ഡോക്ടർ R പ്രസന്നകുമാർ എന്നിവർക്ക് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സിനി ഡ്രാമ ആർട്ടിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ മല്ലു P ശേഖർ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി പുരസ്കാര വിതരണം നിർവഹിക്കും. മുൻ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജെസി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തും. TN മണിലാൽ പുസ്തക പരിചയം നടത്തും. നാളിയാനിയുടെ യുവ കവയത്രി സാന്ദ്ര അജീഷിനെ ചടങ്ങിൽ ആദരിക്കും. നടന്നിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ് വിദ്യാവസന്തത്തിലെ പൂമാല എന്നുള്ള പുസ്തകം. അത് ഡോക്ടർ പ്രസന്നകുമാറും VV ഷാജിയും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. പൂമാലയുടെ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ ഏറ്റവും കാര്യക്ഷമമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ വരാൻ സാധിക്കാതിരുന്ന കുട്ടികളെ സ്കൂളിലെത്തിക്കുക, അതുപോലെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കുള്ള ആവശ്യം എന്തൊക്കെയുണ്ടോ ആവശ്യങ്ങൾ അത് നടത്തി കൊടുക്കുക, പൊതു വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് അമ്മക്കട അല്ലെങ്കിൽ മെന്റൽ മാപ്പിംഗ്, അതും അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് നടക്കുന്ന മറ്റ് ബാഹ്യ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹരിത സുരക്ഷാ ക്യാമ്പയിന്, ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ആ ഗോത്ര മേഖലയിൽ 2000 മുതൽ 2019 വരെ ഈ VV ഷാജി ആ സ്കൂളിൽ അധ്യാപകനായി വന്നതിന് ശേഷം നടപ്പാക്കിയ പദ്ധതികളാണ്. 2008 നടപ്പാക്കിയ കളിത്തട്ട് വിദ്യാപദ്ധതി ശരിക്കും പറഞ്ഞാൽ ഒരു 30% വിജയം ഉണ്ടായിരുന്ന സ്കൂളായിരുന്നു പൂമാല 2000 കാലഘട്ടങ്ങളിലൊക്കെ. അവിടുന്ന് 2010 ആവുമ്പോഴേക്ക് 100% വിജയം എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവരുടെ മുമ്പിൽ. പ്രാദേശികമായിട്ട് വിദ്യാസമിതികൾ ഉണ്ടാക്കുക, ആ പ്രാദേശികമായി ഉണ്ടാക്കുന്ന വിദ്യാസമിതികളിൽ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആദിവാസി മേഖലയാവുമ്പോൾ നമ്മൾ ഒരു മീറ്റിങ്ങിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ വിരളമായിരുന്നു. ഒരു 500 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 100 രക്ഷകർത്താക്കൾ പോലും എത്താത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. ഊര് മൂപ്പന്മാർ, അധ്യാപകർ, ട്രൈബൽ ഓഫീസർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും. ഊരുമൂപ്പൻ PA ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജെയ്സൺ കുര്യാക്കോസ് സ്വാഗതവും നീതു ഷാജി നന്ദിയും പറയും. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PG സുധാകരൻ, VG ഗംഗാധരൻ, KN രാജൻ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് തുടക്കമായി. വെള്ളിയാഴ്ച തിരുനാൾ കൊടിയേറ്റ് നടന്നു. തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പുതൂർ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടക്കും. 23 വരെയാണ് തിരുനാൾ ആഘോഷം. വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക തിരുനാളിനോട് അനുബന്ധിച്ച് എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് തുടക്കമായി. വെള്ളിയാഴ്ച തിരുനാൾ കൊടിയേറ്റ് നടന്നു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിടിച്ചതുകളിൽ സഞ്ചരിക്കുന്നു. ബലവാനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പുതൂർ വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. ദേവാലയം പറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പല രീതിയിൽ നിങ്ങളുടെ മിഷനറി ആത്മഹത്യയും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു നാളുകൾ കൂട്ടായ്മയും സഹകരണവും ഒക്കെ തോമസച്ചനൊക്കെ വളരെ താല്പര്യത്തോടെ പറയുന്നതിനും ആളുകൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും ഐക്യവും എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ഈ ഒരു കൂട്ടായ്മയും സഹകരണവും ഒക്കെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എവിടെയൊക്കെ ഐക്യമുണ്ടോ, എവിടെയൊക്കെ സ്നേഹമുണ്ടോ, എവിടെയൊക്കെ സഹകരണമുണ്ടോ, അവിടെയൊക്കെ വളർച്ചയുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ ചരിത്രമാണ്. പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ സമാസമൂഹം അല്ലേ. നമ്മുടെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ വലിയൊരു പ്രതിസന്ധിയുടെ പ്രതീകമായിരുന്നു എട്ടുനോമ്പ് തിരുനാൾ. വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരും പ്രത്യേകിച്ച് അമ്മമാരും കുട്ടികളൊക്കെ ദേവാലയങ്ങളിൽ ഭജനയിരുന്ന വിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണം അവരൊക്കെ കാടുകളിലൊക്കെ ആയിരുന്നു. കാരണം അവരെ നേരിട്ട് കണ്ടാലും എല്ലാം അവരെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. 22 ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, നൊവേന, അമ്പ് മുടി എഴുന്നള്ളിക്കൽ. വൈകുന്നേരം 5:15 ലദ്ദീഞ്ഞ്, തിരുനാൾ കുർബാന, നൊവേന, ഫാദർ ജോർജ് മാതേക്കൽ. തിരുനാൾ സന്ദേശം ഫാദർ ജോസഫ് കുഞ്ചിറക്കാട്ട്. 6:45 പ്രദക്ഷിണം ഫാദർ ആൻഡ്രൂസ് മൂലയിൽ. 7:30 സമാപന പ്രാർത്ഥന. 23 ഞായറാഴ്ച രാവിലെ 5:45 ഫാദർ അബ്രഹാം നിരവത്തിനാലും 7:15 ഫാദർ ജോർജ് പൂനാട്ട് വീസിയും വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 9 മണിക്ക് കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷ, പാഠപുസ്തക വെഞ്ചരിപ്പ്. 9:30 മേരി നാമധാരികളുടെ കാഴ്ച സമർപ്പണം. 9:45 ലദ്ദീഞ്ഞ്. തിരുനാൾ പാട്ടുകുർബാന ഫാദർ പ്രിൻസ് പരത്തിനാൽ CMI നയിക്കും. തിരുനാൾ സന്ദേശം റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കോലോത്ത് നൽകും. 11:30 പ്രദക്ഷിണം ഫാദർ ജോർജോ മണ്ണാഞ്ചേരി MC നയിക്കും. 12:15 സമാപന പ്രാർത്ഥന എന്നിവയാണ് ആഘോഷ പരിപാടികൾ. വിജ്ഞാനമാതാ പള്ളിയിൽ എല്ലാ വർഷവും ഇടവക തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ സൗകര്യം ഒരുക്കാറുണ്ട്. ഇത്തവണയും കുട്ടികളെ എഴുത്തിനിരുത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇടവകയിലുള്ളവർക്കും ഇതര ഇടവകകളിലുള്ളവർക്കും കുട്ടികളുടെ വിദ്യാരംഭത്തിന് സൗകര്യമുണ്ട്. എഴുത്തിനിരുത്തുവാൻ താല്പര്യമുള്ളവർ പള്ളിയിൽ പേര് നൽകുകയോ അന്നേ ദിവസം രാവിലെ കുട്ടികളുമായി എത്തിച്ചേരുകയോ ചെയ്യണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഞ്ചേരി മുനിസിപ്പാലിറ്റി 13-ാം വാർഡിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അക്ബർ മീനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സുരേഷ് മാടങ്കോട്, അഫ്സദ്, ജാസ്മിൻ, നാസർ. കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അലി മുക്കം, മുനിസിപ്പൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ തടപ്പറമ്പ്, ബിനോയ് പയ്യനാട്, സുനിൽ ജേക്കബ്, റിയാസ് പാലായ് എന്നിവർ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു.
മഞ്ചേരി മുനിസിപ്പാലിറ്റി പാൽക്കുളം വാർഡ് 13-ൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അക്ബർ മീനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഘടകകക്ഷിയിൽ പരിഗണന ലഭിക്കാത്തതിനാലാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി 13-ാം വാർഡിൽ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥിയായി അക്ബർ മീനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ കൂടെ സുരേഷ് മാടങ്കോട്, അഫ്സദ്, ജാസ്മിൻ എന്നിവർ അനുഗമിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അലി മുക്കം, മുനിസിപ്പൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ തടപ്പറമ്പ്, ബിനോയ് പയ്യനാട്, സുനിൽ ജേക്കബ്, റിയാസ് പലായി, നാസർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മുള്ളരിങ്ങാട് ഡിവിഷനിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിഷ്ണു എം മാക്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാധ്യമപ്രവർത്തകനായ വിഷ്ണു ആദ്യമായാണ് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. LDF നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മുള്ളരിങ്ങാട് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിയ വിഷ്ണു എം മാക്കിൽ തന്റെ നാട്ടുകാർ കൂടിയായ സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അയൽവാസിയും പരിചിതനുമായ വിഷ്ണുവിന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കാനുള്ള പണം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൈമാറിയത്. തുടർന്ന് വണ്ണപ്പുറം മുള്ളരിങ്ങാട് മേഖലകളിലെ LDF പ്രവർത്തകർക്കൊപ്പം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി BDO AJ അജയ് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിലെ 1-ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിഷ്ണു എം മാക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുള്ളരിങ്ങാട് മേഖലയിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവയ്ക്ക് പരിഹാരം കാണുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് വിഷ്ണു പറഞ്ഞു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ മുള്ളരിങ്ങാട് ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നയാളാണ് ഞാൻ. വിഷ്ണു എന്നാണ്. ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് കാടിനോട് ചേർന്ന് വന്യമൃഗശല്യമുള്ള ഒരു മേഖലയാണ്. കൂടാതെ ഗോത്ര മേഖലയുണ്ട്. അടിസ്ഥാന വികസനം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റോഡ്, വീട്, അങ്ങനെ പിന്നെ നമുക്ക് കോളനി ഉണ്ട്, അവിടുത്തെ വികസനങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഒരു മെമ്പറായി കഴിഞ്ഞാൽ അതിന് വികസനം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങളായി തൊടുപുഴ BBC ചാനലിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുന്ന വിഷ്ണു ഏതാനും വർഷം പട്ടികജാതി പ്രൊമോട്ടറായി വണ്ണപ്പുറം പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. പഞ്ചായത്ത് മുതൽ പാർലമെന്റിലേക്ക് വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വിഷ്ണു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDF വിട്ട് R ഹരി ഇത്തവണ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. നഗരസഭയുടെ പ്രഥമ തെരഞ്ഞെടുപ്പ് നടന്ന 1988 മുതൽ ഒരു ടേമിലൊഴികെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം വിജയിച്ചത്. നഗരസഭയിലെ 30-ാം വാർഡായ കോലാനിയിൽ നിന്നുമാണ് ഇദ്ദേഹം ഇത്തവണ ജനവിധി തേടുന്നത്. പ്രചാരണത്തിലും വ്യത്യസ്തനാണ് ഇദ്ദേഹം. ഫ്ലെക്സുകളോ ബാനറുകളോ അനൗൺസ്മെന്റോ വാഹനങ്ങളോ ഉപയോഗിക്കാതെ ഒരു തവണ വീടുകളിലെത്തി നോട്ടീസ് കൈമാറി വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ പ്രചാരണം നടത്തിയാണ് വൻ ഭൂരിപക്ഷത്തിൽ ഇദ്ദേഹം വിജയിച്ചത്. LDF വിട്ട് R ഹരി ഇത്തവണ ഒറ്റയാൾ പോരാട്ടത്തിന്. തൊടുപുഴ നഗരസഭയുടെ പ്രഥമ തെരഞ്ഞെടുപ്പ് നടന്ന 1988 മുതൽ ഒരു ടേമിലൊഴികെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം വിജയിച്ചത്. നഗരസഭയിലെ 30-ാം വാർഡായ കോലാനിയിൽ നിന്നുമാണ് ഇത്തവണ ജനവിധി തേടുന്നത്. പ്രചാരണത്തിലും വ്യത്യസ്തനാണ് R ഹരി. ഫ്ലെക്സുകളോ ബാനറുകളോ അനൗൺസ്മെന്റോ വാഹനങ്ങളോ ഉപയോഗിക്കാതെ ഒരു തവണ വീടുകളിലെത്തി നോട്ടീസ് കൈമാറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് രീതി. ഇനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നില്ല, ഒരു തവണ വീടുകളിൽ പോവുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന്. ബോർഡില്ല, ബാനറില്ല, ഒരു പ്രചരണ കോലാഹലവും ഇല്ല. ഓക്കെ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ പ്രചാരണം നടത്തിയാണ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. തനിക്ക് ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കുമെന്നും എന്നാൽ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് മാത്രമായിരിക്കും തന്റെ കൂറെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ വിഷയാധിഷ്ഠിതമായ നിലപാടായിരിക്കും സ്വീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. 1988 നടുക്കണ്ടം വാർഡിൽ നിന്നുമാണ് പ്രഥമ കൗൺസിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് സംവരണമാക്കുകയും സമീപത്തെ 3 വാർഡുകൾ വനിതാ സംവരണമാക്കുകയും ചെയ്തതോടെ മത്സര രംഗത്ത് നിന്ന് പിന്മാറി. 2000 CPM സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥിയായും മത്സരിച്ച് വിജയിച്ചു. ഇത് 6ാമത്തെ പ്രാവശ്യമാണ് ജനവിധി തേടുന്നത്.
30-ാം വാർഡായ കോലാനി വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഞാൻ പ്രഥമ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ അന്ന് കൗൺസിലിലെ ബേബിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ബേബിയാണ്. അന്ന് പാർട്ടി ചിഹ്നത്തിൽ തന്നെ CPMൻ്റെ പ്രതിനിധിയായി കൗൺസിലിൽ വന്നയാളാണ്. ഒരു പ്രാവശ്യവും കൂടി പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഞാൻ കൗൺസിലറായി കൗൺസിലുണ്ടായിരുന്നു. അതിനുശേഷം CPM സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്. LDFനെയും UDFനെയും പരാജയപ്പെടുത്തി ഒരു ടേം കൗൺസിലിൽ അംഗമായിരുന്നു. ഇപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനായി ഈ വാർഡിൽ നിന്നും മത്സരിക്കും. 2015 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് രംഗത്തിറങ്ങിയത്. ഇക്കുറി നഗരസഭയിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമായ 426 വോട്ടുകൾക്കായിരുന്നു വിജയം. കഴിഞ്ഞ തവണ നെടുങ്കണ്ടം വാർഡിൽ LDF പിന്തുണയോടെ മത്സരിച്ച് വീണ്ടും വെന്നിക്കൊടി പാറിച്ചു. 216 വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം. കഴിഞ്ഞ 32 വർഷമായി നഗരസഭാംഗമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം കോലാനി, നടുക്കണ്ടം, പാറക്കടവ്, കൊന്നയ്ക്കാമല എന്നീ വാർഡുകളെയാണ് പ്രതിനിധീകരിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വേറിട്ട പ്രവർത്തന ശൈലിയുമായി ജനമനസ്സിൽ ഇടം നേടിയ ഇദ്ദേഹം മറ്റൊരു വിജയം കൂടി കൈവരിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായില്ലെന്നും ചില നേതാക്കന്മാർ രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ആരോപിച്ചു. UDFന് വലിയ മേൽക്കോയ്മ നേടാൻ കഴിയുന്ന കട്ടപ്പന നഗരസഭ CPMന് അടിയറ വയ്ക്കാനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും തോമസ് രാജൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഏറെ ദുഃഖകരമായ ഒരു കാര്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവും ഐക്യജനാധിപത്യ മുന്നണി ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച് ഭൂരിപക്ഷം നേടിയതുമായ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇതുവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം കൊടുക്കുകയോ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വാർഡ് കമ്മിറ്റികളുടെ യോഗം ചേർന്ന് അവിടെ നിന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി മണ്ഡലം കോർ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കോർ കമ്മിറ്റിയോ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയോ യോഗം ചേർന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കുക എന്നാണ് KPCC നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മുൻ MLA ആയിരുന്ന അനിലക്കര മണ്ഡലം കോർ കമ്മിറ്റി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുക്കുക. പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ കട്ടപ്പനയിൽ വാർഡ് തലങ്ങളിൽ എവിടെയെങ്കിലും യോഗങ്ങൾ ചേർന്ന് ഒറ്റപ്പെട്ട 1-2 സ്ഥലമുണ്ട്. അതൊഴിച്ചാൽ വാർഡ് തലങ്ങളിൽ യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയോ മണ്ഡലത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുകയോ ചർച്ച നടക്കുകയോ മേൽ കമ്മിറ്റിയിലേക്ക് സമയബന്ധിതമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരങ്ങളും എന്നോട് സംസാരിക്കുകയോ എന്നോട് ചർച്ച ചെയ്യുകയോ എനിക്ക് സ്ഥാനാർത്ഥിത്വം ആരാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് പോലും എനിക്ക് ഈ സമയം വരെയാണ്. ഇത് നോമിനേഷൻ തീരാൻ പോവുക. ആരാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് എനിക്ക് ഈ സമയം വരെ ആരാണ് മത്സരിക്കുന്നത് പോലും എനിക്കറിയില്ല. ഒരു മണ്ഡലത്തിലും ഒരു വാർഡിലും മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശവും പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാതെ ഏതൊക്കെയോ നേതാക്കന്മാരുടെ രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഇങ്ങനെ വന്ന് ഞാൻ കുറേ സ്ഥാനാർത്ഥികളുടെ പേരുമൊക്കെ കണ്ടു. പക്ഷേ പാർട്ടിയുടെ ഒരു തലത്തിലും സ്ഥാനാർത്ഥി പട്ടിക വരികയോ പരിശോധിക്കുകയോ കൂട്ടായ ചർച്ച നടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് അതീവ ഗുരുതരമായ കാര്യമാണ്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും KPCC പ്രസിഡന്റ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കട്ടപ്പനയിൽ കോൺഗ്രസിനും UDFനും ജയിക്കാൻ കഴിയുന്ന വലിയ മേൽക്കോയ്മ നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം CPMന് അടിയറ വെക്കാൻ വേണ്ടിയുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും രഹസ്യ അജണ്ടയുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നിർണയം മുഴുവൻ അപകടത്തിലാക്കാനും പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കാതെ ജനാധിപത്യ അവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം തകർത്ത് ചില ആളുകളുടെ ഏകാധിപത്യപരമായ നിലപാടുകളുമായി കട്ടപ്പനയിൽ പോകുന്നത് എന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ സങ്കടവും ദുഃഖകരവുമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി
കോൺഗ്രസിലെ മനോജ് കോക്കാട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചന്ദ് ചെറുവാത്ത് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മനോജ് എന്ന നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്കകൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇടുക്കിയുടെ ആദ്യ FM റേഡിയോ സ്റ്റേഷനായ ജൂൺ FM 90.8 തൊടുപുഴ റേഡിയോ ഹിൽസിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കും. സംഗീതവും വാർത്തകളും വിനോദ പരിപാടികളും ഉൾപ്പെടുത്തി കേൾക്കാം, പാടാം, ആഘോഷിക്കാം എന്ന സന്ദേശവുമായി ഇടുക്കിയുടെ ശബ്ദമാകാൻ ഒരുങ്ങുകയാണ് ജൂൺ FM. നവംബർ 23-ന് ജൂൺ FM ഔദ്യോഗികമായി പ്രക്ഷേപണം ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കിയുടെ ആദ്യ FM റേഡിയോ സ്റ്റേഷനായ ജൂൺ FM 90.8 തൊടുപുഴ റേഡിയോ ഹിൽസിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. സംഗീതവും വാർത്തകളും വിനോദ പരിപാടികളും ഉൾപ്പെടുത്തി കേൾക്കാം, പാടാം, ആഘോഷിക്കാം എന്ന സന്ദേശവുമായി ഇടുക്കിയുടെ ശബ്ദമാകാൻ ഒരുങ്ങുകയാണ് ജൂൺ FM. വാർത്തകൾ, സാമൂഹിക വിഷയങ്ങൾ, വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ, യുവജന പരിപാടികൾ, സാംസ്കാരിക സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. നവംബർ 23-ന് വൈകിട്ട് ജൂൺ FM ഔദ്യോഗികമായി പ്രക്ഷേപണം ആരംഭിക്കും. മികച്ച സാങ്കേതിക മികവോടെ ജൂൺ FM സ്റ്റുഡിയോ പ്രക്ഷേപണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംഗീതവും സല്ലാപവുമായി, വിജ്ഞാനവും വിനോദവുമായി ഈ വരുന്ന നവംബർ 23 ഞായറാഴ്ച വൈകിട്ട് മുതൽ ജൂൺ FM 90.8 ഔദ്യോഗികമായ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സോ ട്യൂൺ ചെയ്യൂ ജൂൺ FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. തൊടുപുഴയിൽ പൂവുകളുടെയും പൂമ്പാറ്റകളുടെയും വസന്തം. തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലാണ് പൂമ്പാറ്റ ചെടി അഥവാ കുലുക്കിച്ചെടി പുതുതോടെ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നെത്തിയത്. നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണുവാനായി നഴ്സറിയുടെ സമീപം എത്തിച്ചേരുന്നത്. തൊടുപുഴയിൽ പൂവുകളുടെയും പൂമ്പാറ്റകളുടെയും വസന്തം. തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലാണ് പൂമ്പാറ്റ ചെടി അഥവാ കുലുക്കിച്ചെടി പൂത്തതോടെ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നെത്തിയത്. നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണുവാനായി നഴ്സറിയുടെ സമീപം എത്തിച്ചേരുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് ഇവ പ്രധാനമായും പുഷ്പിക്കുന്നത്. ഇവ പുഷ്പിച്ചു കഴിഞ്ഞാൽ തേൻ നുകരുവാനായി മൈലുകൾക്കപ്പുറത്തു നിന്നും പൂമ്പാറ്റകൾ എത്തുന്നു. പൂമ്പാറ്റ ചെടി അഥവാ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് പ്രധാനമായും ക്രോട്ടലേറിയ ജനുസിൽപ്പെട്ട സസ്യങ്ങളെയാണ്. ഇവ കുലുക്കിച്ചെടി, കിലുക്കാമ്പെട്ടിച്ചെടി, കിലുകിലുക്കി തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. ശലഭങ്ങളെ ആകർഷിക്കുന്നതിനാലും ഉണങ്ങിയ വിത്തുകൾ നിറഞ്ഞ കായകൾ കുലുക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതിനാലുമാണ് ഈ പേരുകൾ ലഭിച്ചത്. ആഫ്രിക്ക ജന്മദേശമായ 1 മീറ്ററോളം പൊക്കം വയ്ക്കുന്ന മനോഹരമായ പുഷ്പങ്ങളും ഉണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് പൂമ്പാറ്റ കിലുക്കി എന്നുകൂടി അറിയപ്പെടുന്ന കിലുകിലുക്കി. ചണ, തന്തലക്കൊട്ടി, പൂമ്പാറ്റ ചെടി എന്നും പേരുകളുണ്ട്. ഒരു കളയായ ഈ സസ്യം പലയിടത്തും അധിനിവേശ സസ്യമായി കരുതിപ്പോരുന്നു. പച്ചില വളമായും വിളകൾക്ക് പുതയിടാനും ഉപയോഗിക്കുന്നു. കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും ഷാംപൂ, ക്രീമുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. വിയറ്റ്നാമിൽ കുരുക്കൾ വറുത്ത് തിന്നാറുമുണ്ട്. ചിലയിടങ്ങളിൽ ഇലയും പൂവും കറിവയ്ക്കാൻ ഉപയോഗിക്കുന്നു. പല നാടുകളിലെയും നാട്ടുമരുന്നുകളിൽ ഈ ചെടി ഉപയോഗിച്ചു കാണുന്നുണ്ട്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് കാളിയാർ ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി സണ്ണി കളപ്പുര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇളന്തേശം ബ്ലോക്ക് മെമ്പർ ഷൈനി സന്തോഷ്,
ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇസബെല്ല ജോഷി, ഷാജി ഉഴുന്നാലി, പോൾ നെടുമലയിൽ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് കാളിയാർ ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി സണ്ണി കളപ്പുര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഇളന്തേശം ബ്ലോക്ക് മെമ്പർ ഷൈനി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇസബെല്ല ജോഷി, ഷാജി ഉഴുന്നാലി, പോൾ നെടുമലയിൽ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് മലയോര മേഖലയിലും അതുപോലെ ലോ റേഞ്ചിലും എല്ലാ പ്രദേശത്തും ഒരുപോലെ വികസനം എത്തിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിന് മുന്നിട്ടിറങ്ങുകയും അത് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഈ ഡിവിഷൻ്റെയും കാളിയാർ ഡിവിഷൻ്റെയും അതുപോലെ മണ്ണപ്പുറം പഞ്ചായത്തിൻ്റെയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ലക്നൌവിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവസരം ലഭിച്ചു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 വിദ്യാർത്ഥിനികൾക്കാണ് അവസരം ലഭിച്ചത്. നവംബർ 23 മുതൽ 29 വരെ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗ്രാൻഡ് ഫിനാലയിൽ കേരളത്തിൽ നിന്ന് 160 ഗൈഡുകളും 200 സ്കൗട്ടുകളും ഉൾപ്പെടെ 430 പേരാണ് പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഡിഫൻസ് എക്സ്പോ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഗ്രാൻഡ് ഫിനാലെ ഓഫ് ഡയമണ്ട് ജൂബിലി ജാംബൂരിയിൽ പങ്കെടുക്കാൻ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 വിദ്യാർത്ഥിനികൾക്കാണ് അവസരം ലഭിച്ചത്. നവംബർ 23 മുതൽ 29 വരെ നടക്കുന്ന ഡയമണ്ട് ജൂബിലിയിൽ കേരളത്തിൽ നിന്ന് 160 ഗൈഡുകളും 200 സ്കൗട്ടുകളും ഉൾപ്പെടെ 430 പേരാണ് പങ്കെടുക്കുന്നത്. വികസിത യുവ വികസിത് ഭാരത് എന്നതാണ് തീം. സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാമ മണിക്കുട്ടൻ, അതിത വിനോദ്, ആൻമരിയ എൽദോസ്, സാന്ദ്ര സന്തോഷ്, ആരതി എം നമ്പ്യാർ, ആൻമരിയ ഷാജി, നിവേദ്യ പ്രവീൺ, അനീത് മരിയ ദേവസി എന്നിവരാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് ടീമിലുള്ള ഗൈഡ്സ്. ഗൈഡ് ക്യാപ്റ്റൻ ഈ സ്കൂളിലെ അധ്യാപിക സരിത കെ വർഗീസ് സംഘത്തോടൊപ്പമുണ്ട്. ലക്നൌവിൽ ഫിനാലയിൽ നടക്കുന്ന ഫാഷൻ ഷോയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഈ സ്കൂളിലെ നിവേദ്യ പ്രവീണാണ്. കൂടാതെ പേജൻ ഷോ, ക്യാമ്പ് ക്രാഫ്റ്റ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കും. ജാംബൂരിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും നിർവഹിക്കും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി 30,000 പേർ ഡയമണ്ട് ജൂബിലി ജാംബൂരിയിൽ പങ്കെടുക്കും. കോതമംഗലം സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയമാണ്. ഈ സ്കൂളിൽ ഗൈഡ്സിനെ കുറിച്ച് പറയുമ്പോൾ 3 യൂണിറ്റുകളിലായി 90-ലധികം കുട്ടികൾ ഗൈഡ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ 8 വിദ്യാർത്ഥിനികൾക്ക് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. ഗൈഡ്സ് ക്യാപ്റ്റൻ സരിത കെ വർഗീസ് ഇവരോടൊപ്പം ഈ സംഘത്തെ നയിക്കുന്നുണ്ട്. ഇത്തരമൊരു അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഈ വലിയ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂമാലയിലെ ഊരുനിവാസികൾ ചേർന്ന് നൽകുന്ന ഗോത്ര വിദ്യാജ്യോതി പുരസ്കാരം വിദ്യാവസന്തത്തിലെ പൂമാല എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റ് നടന്നു. LDF വിട്ട് ആർ ഹരി ഇത്തവണ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. കട്ടപ്പന നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായില്ലെന്നും ചില നേതാക്കന്മാർ രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ആരോപിച്ചു. ലക്നൌവിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവസരം ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.